തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് നവവധുവിനെ ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയോട് ചേർന്ന കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലിയ സ്വദേശി 24-കാരി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് പയ്യോളി മൂന്നുകുണ്ടൻചാലിൽ കേശവ് നിവാസിൽ ഷാനിൻ്റെ വീട്ടിലെ കുളിമുറിയിൽ ആർദ്രയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 8 മണിയോടെ വീടിന് മുകളിലുള്ള മുറിയിലെ കുളിമുറിയിൽ കുളിക്കാൻ കയറിയതായിരുന്നു ആർദ്ര. 9 മണി ആയിട്ടും പുറത്തിറങ്ങാതായതോടെ ഷാന് അന്വേഷിച്ചു ചെന്നു. അപ്പോഴാണ് കുളിമുറിയിലെ ജനലിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ഭർത്തൃവീട്ടുകാർ പറയുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കൊയിലാണ്ടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെത്തിച്ച മൃതദേഹം പിന്നീട് പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ഈ വർഷം ഫെബ്രുവരി 2-നായിരുന്നു ഷാനിൻ്റെയും ആർദ്രയുടെയും വിവാഹം. കോഴിക്കോട് ലോ കോളേജിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിനിയാണ് ആർദ്ര. മാർച്ച് 3-ന് ഷാൻ വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് സംഭവം. ബാലകൃഷ്ണൻ ഷീന ദമ്പതികളുടെ മകളാണ് ആർദ്ര. ആര്യയാണ് സഹോദരി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് യുവതിയുടെ അമ്മാവൻ അരവിന്ദൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.